ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടപോലെ തന്നെ പാത്തുവിൻ്റെ കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമ്മയാകാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പാത്തുവിനെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് ചാനലിൽ തപ്പിയിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് നമുക്ക് അറിയില്ല ഏതൊക്കെ പ്രൊഡക്ട്സാണ് കെമിക്കൽ, ഇതിൽ തന്നെ കെമിക്കൽ ഉണ്ടാവുമില്ല എന്നല്ല ഞാൻ പറയണേ. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഏതാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായ സമയത്ത് ഞാൻ ഹിമാലയയുടെ പ്രൊഡക്റ്റായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നേരം ആദ്യം അവന് ഹിമാലയയുടെ പൗഡറൊക്കെ ഇടുമ്പോൾ ഭയങ്കര റാഷസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുരു പോലെയൊക്കെ വന്ന് റെഡ് കളറൊക്കെ ആയിട്ട് ഭയങ്കര അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോർത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പാത്തുവിന് ഞാൻ എന്താ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ട് ഏതാണ് നല്ല ബെറ്റർ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ പേര് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലതെന്ന് തോന്നി മേടിച്ച കുറേ ആളുകളുടെ അഭിപ്രായം നോക്കി കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നിച്ചിട്ട് ഞാൻ ഉപയോഗിച്ച സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും എനിക്ക് നല്ലതാണ്. പാത്തുവിന് ഇതുവരെ ഒരു അലർജിയും വന്നിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ന്യൂ ബോൺ ബേബിയുടെ പാമ്പേഴ്സിനെ കുറിച്ച് പറയാം. ആദ്യം ഞാൻ ഉപയോഗിച്ചത് ലവ് ലാപ്പിൻ്റെ പാമ്പേഴ്സാണ് പാത്തുവിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പാമ്പേഴ്സാണ് ന്യൂ ബോണിൻ്റെ. ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2-3 പാമ്പേഴ്സ് കിറ്റ് കിട്ടിയായിരുന്നു. അത് ഈ സാധാ പാമ്പേഴ്സിൻ്റെ ആയിരുന്നു. കമ്പനി മോശമാണെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയണേ. അപ്പോൾ സാധാ പാമ്പേഴ്സിൻ്റെ ഇത് കിട്ടിയായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് ഭയങ്കര അലർജി ആയിരുന്നു. കൊച്ചിന് ഭയങ്കര റാഷസൊക്കെ വന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ലവ് ലാപ്പ് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടു. പിന്നെ മാമി പോക്കോ ഉപയോഗിച്ചിട്ടുണ്ട്. മാമി പോക്കോയും വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മാമി പോക്കോനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ലവ് ലാപ്പ് തന്നെയാണ് കേട്ടോ. ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് പ്രമോഷൻ വീഡിയോ ഒന്നും ചെയ്യാറൊന്നും എല്ലാവർക്കും അറിയാമല്ലോ. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടിട്ട് പറഞ്ഞാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ പാത്തുവിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാമാർത്തിൻ്റെ ബോഡി ലോഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാമാർത്തിൻ്റെ ബോഡി ലോഷൻ നല്ല ബോഡി ലോഷനായിരുന്നു. ഒരു അലർജി കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സ്മെല്ലെന്നൊന്നും പറയാനില്ല കേട്ടോ. ആരും പേടിക്കേണ്ട, മൂക്കി പോയതാണ്, ഞാൻ തുടച്ചു. ഭയങ്കര സ്മെല്ലെന്നൊന്നും പറയാനില്ല കേട്ടോ. ഒരു നോർമൽ സ്മെല്ല്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാരണന്മാർ പറയില്ലോ മണമുള്ളതിന് ഗുണമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. എന്നാലും ഭയങ്കര ഓവറായിട്ടുള്ള നല്ല സ്മെല്ല് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നല്ലതാണ്. ഇത് നല്ലതായിരുന്നു കേട്ടോ, നല്ലതാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കുന്ന സമയത്ത് 249 രൂപയായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞുമ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ ചിലപ്പോൾ ഇതിലും കുറച്ച് റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഇത് 249 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. നല്ലൊരു ഇതായിരുന്നു. ഇതിപ്പോൾ തീർന്നു കേട്ടോ. ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബേബി ഡോവിൻ്റെ ആണ് കേട്ടോ. കാരണം മാമാർത്ത് തന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇച്ചിരി സ്മെല്ല് കുറവാണ്. നല്ല നൈസ് ഒരു ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്മെല്ല് വേണം എന്നുള്ള ഒരു ചിന്തയിൽ എപ്പോഴും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെപ്പോഴും നല്ല സ്മെല്ലോടുകൂടി ഇരിക്കണമെന്നല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് ബേബി ഡോവിൻ്റെ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്മെല്ലാണ്. ഇതും ലൈറ്റ് സ്മെല്ല് തന്നെയാണ്, പക്ഷെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്രീം കേട്ടോ. വീഡിയോ നമുക്ക് പെട്ടെന്ന് തീർക്കാം, കാരണം ഒരുപാട് ലെങ്ത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഇതാണ് മേടിച്ചത്. ഇതിന് 400 രൂപയാണ് കേട്ടോ. ഇത് എത്ര ഗ്രാമാണെന്ന് നോക്കട്ടെ. ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ. ഇത് 400 ml ആണ്. 400 ml-നാണ് 400 രൂപ കേട്ടോ. ഓൺലൈനിൽ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. ഓൺലൈനിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു അലർജി കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്കില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പാത്തുവിന് ഉപയോഗിക്കുന്ന പൗഡർ എല്ലാം വേറെ കമ്പനികളുടെയാണ്. ഒന്നും സെയിം കമ്പനിയുടെ ഇല്ല. എല്ലാം വേറെ കമ്പനിയുടെ ആണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പ്രത്യേകിച്ച് റാഷസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. ഇനി ഉപയോഗിക്കുന്നത് സെബാമെഡിൻ്റെ പൗഡറാണ് കേട്ടോ. പൗഡർ ഞാൻ അങ്ങനെ വളരെ റെയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കാരണം അധികം കുഞ്ഞുങ്ങൾക്ക് പൗഡർ ഇടുന്നത് നല്ലതല്ല. കുഞ്ഞുങ്ങൾക്ക് മുഖത്തൊക്കെ പൗഡർ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വസിക്കുമ്പോൾ ഒക്കെ മൂക്കിയിട്ട് കയറി പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ട് പൗഡറിന് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കില്ല. ഞാനും വളരെ റെയറായിട്ട് ഇടാറുള്ളൂ. അവരെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുപ്പിലും
അങ്ങനെ തൊടയുടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മേത്ത് പൗഡർ ഇടുന്നത് ഞാൻ അത്രയും പ്രോത്സാഹിപ്പിക്കില്ല, ഞാനും അങ്ങനെ ചെയ്യാറില്ല ഒത്തിരി. ഞാൻ സെബാമെഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. സെബാമെഡ് നല്ല ബ്രാൻഡാണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയായിരിക്കും സെബാമെഡിനെ കുറിച്ച്. സെബാമെഡ് നമ്പർ 1 ബ്രാൻഡ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഭയങ്കര റേറ്റാട്ടോ, നമ്മൾ വിചാരിക്കുന്ന റേറ്റ് നിൽക്കില്ല. ഇത് 100 ഗ്രാമിൻ്റെ പൗഡറാണ് അല്ലേ, 100 ഗ്രാം അല്ലേ ഇത്? അതെ, 100 ഗ്രാമിൻ്റെ പൗഡറാണ്. ഇതിന് ഏകദേശം വില വന്നത് 420 രൂപയാണ് കേട്ടോ. 420 രൂപയാണ് ഈ 100 ഗ്രാം പൗഡറിൻ്റെ വില. പക്ഷേ അതിനനുസരിച്ചുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണെങ്കിൽ പോലും, ഇപ്പോൾ ഫെബ്രുവരി മാർച്ചൊക്കെ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ, അപ്പോൾ പോലും നമ്മൾ കുഞ്ഞുങ്ങളുടെ മേത്ത് ഇങ്ങനെ ചൂടുകൂര് കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. കാരണം ഞാൻ പാത്തൂന് ഉപയോഗിച്ചാണ്. പാത്തൂന് നവംബറിലാണ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ചൂട് സമയത്ത് ഒന്നും ഞങ്ങളുടെയൊക്കെ മേത്ത് ചൂടുകൂര് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ പാത്തൂൻ്റെ മേത്ത് ഒരു ചെറിയൊരു ചൂടുകൂര് പോലും വന്നില്ല. അന്നേരം ഞാൻ മുഖത്തിടില്ലെങ്കിൽ പോലും കഴുത്തിലും കക്ഷത്തും ഒക്കെ ഇടുമായിരുന്നു, ഇടുപ്പിലൊക്കെ ഇടുമായിരുന്നു ഞാൻ ഈ പൗഡർ. നല്ല പൗഡറായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ എപ്പോഴും തന്നെ ഇത് തന്നെയാണ് പാത്തൂന് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഈ പൗഡർ ഉപയോഗിക്കും കേട്ടോ. ഇത് എൻഹാൻസിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അല്ല, ഇത് ചേച്ചി പുറത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ. ചേച്ചി പുറത്തുനിന്ന് കൊണ്ടുവന്ന പൗഡർ ആയിട്ട് മാത്രം. അത് ആദ്യ സമയങ്ങളിലൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. പാത്തൂനിപ്പോൾ 9 മാസം ആവാറായി. പാത്തൂനൊരു 7 മാസം ആയപ്പോൾ മുതലാണ് ഞാൻ ഈ പൗഡർ ഒരു ലേശം കുറച്ച് ഞാൻ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, സ്മെല്ല് എനിക്ക് കുഞ്ഞുങ്ങളെപ്പോഴും നല്ല സ്മെല്ലോട് കൂടിയിരിക്കണം. അതുകൊണ്ട് സ്മെല്ലിന് വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. ഇത് നല്ല മണമാണ് കേട്ടോ, നല്ല മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ പൗഡർ ഈ സാധനം നോക്കി മേടിക്കാൻ നിൽക്കരുത്. കാരണം ഈ കളറ് ഇവിടെ കിട്ടുന്നതിൻ്റെ സ്മെല്ലും ഈ സാധനത്തിൻ്റെ സ്മെല്ലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ നോക്കിയതാണ്. സ്മെല്ലുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടും നല്ല വ്യത്യാസമുണ്ട് സ്മെല്ല്. നല്ല സ്മെല്ലാട്ടോ, ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചില്ല. ഇങ്ങനെ നമ്മൾ പർച്ചേസിന് പോയപ്പോൾ മണത്ത് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നല്ല സ്മെല്ലാട്ടോ, നല്ല മണം. ഇടയ്ക്കൊക്കെ ഞാനും കട്ടുവിടാറുണ്ട്. എനിക്കും നല്ല മണത്തിലൊക്കെ ഇടയ്ക്ക് പുറത്ത് പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇച്ചിരി ടച്ചപ്പ് അവിടെ ഇവിടെയൊക്കെ ടച്ചപ്പ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു സാധനമാണ്. ഞാൻ അടുത്തതെന്ന് പറഞ്ഞത് ഹിമാലയയുടെ റാഷസിൻ്റെ ക്രീമാണ് കേട്ടോ. ഡയപ്പറിൻ്റെ ക്രീമാണ്. ഡയപ്പർ റാഷ് വരാതിരിക്കാനുള്ള ക്രീമാണ്. അതായത് നമ്മൾ പാമ്പേഴ്സ് ഇടുന്നതിന് തൊട്ട് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ് ഇടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലവ്ലാപ്പിൻ്റെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാമ്പേഴ്സ്. അന്നേരം ഒന്നും എനിക്ക് റാഷസൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് ഈ ചൂട് സമയം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി മാർച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പാമ്പേഴ്സ് വയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആവിച്ചിരിക്കുകയാണല്ലോ. പാമ്പേഴ്സ് വയ്ക്കുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ടെൻഷനും ഇത് കുഞ്ഞുങ്ങൾക്ക് വരുമോ എന്നൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നിക്കൊണ്ടിട്ട് ഞാൻ ഇച്ചിരി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കുറേ ഉപയോഗിച്ചുള്ളൂ. ഇതിപ്പോൾ പകുതിയും കാറ്റായിരുന്നു അപ്പോൾ ഇച്ചിരി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഞാൻ ഫെബ്രുവരി മാർച്ച് മാസം 1 2 3 3.5 മാസമൊക്കെ ആയപ്പോഴാണ് ഈ സാധനം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അതുവരെ ഞാൻ പാത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു കേട്ടോ. നല്ലതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് പോപ്പീസിൻ്റെ വൈപ്സാണ്. തലയും കുത്തിയാണോ കാണുന്നത്? പോപ്പീസിൻ്റെ വൈപ്സാണ് കേട്ടോ. നല്ല വൈപ്സാണ് കേട്ടോ. ഇത് ഇങ്ങനെ തുറക്കണ സാധനം മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ചില വൈബ്സുകൾക്ക് ഈ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രണ്ടിൽ ഈ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സാധനം മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും തുറക്കും. അങ്ങനെ തുറക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സൈഡിലെ പശയ്ക്കൊക്കെ ഇത് വന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ സാധനത്തിൻ്റെ ഈർപ്പം നഷ്ടപ്പെടും. ഇതിൻ്റെ പോപ്പീസിൻ്റെ ഒത്തിരി ഈർപ്പമുള്ള സാധനം കൊള്ളൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇതിന് ഒരുപാട് ഈർപ്പമില്ല. നമുക്ക് ഒരു തൊട്ട് നോക്കിയാൽ ഈർപ്പം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കുതിർന്നിരിക്കുന്ന അങ്ങനെ ഒരു സാധനമല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. ഏത് നേരം തുറപ്പടിക്കുകയും ചെയ്ത് പോയിട്ടാണ് ഞാൻ രണ്ടാമത് മേടിച്ചപ്പോഴാണ് ഇങ്ങനത്തെ മേടിച്ചത് കേട്ടോ. നല്ല സാധനം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ പാത്തൂന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാജൽ. ഇത് ഹെർബലിൻ്റെ ബേബി കാജലാണ് കേട്ടോ. ഹെർബൽ ബേബി കാജൽ നല്ല സാധനമാണ്. അത്യാവശ്യം എന്നല്ല, നല്ലൊരു കൺവെഷിയാണ് ഇത് ഞാൻ എന്തത് കളയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നത് നമുക്ക് കിട്ടുന്നത് ഇത്രയുള്ളൊരു കൺമഷിയാണ് കേട്ടോ. ഇത്രയുള്ളൊരു കുഞ്ഞ് കൺമഷിയാണ്. പക്ഷേ എനിക്ക് ബോക്സ് എനിക്കിഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ കളയാത്തതാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഈ ഒരു കുഞ്ഞ് സാധനത്തിൻ്റെ വില കേട്ടോ. പക്ഷെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണിൽ എരിവൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ എഴുതുമ്പോൾ ഒന്നും എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത്യാവശ്യം നല്ല സാധനം കേട്ടോ. എനിക്കിഷ്ടം. നല്ല സാധനം, അടിപൊളി സാധനം.
അടിപൊളി. പിന്നെ എനിക്ക് ഏറ്റവും പാത്തൂന് ഉപയോഗിച്ചിട്ട് സൂപ്പർ എന്ന് തോന്നിയ സാധനം ലവ് ലാപ്പിൻ്റെ ഇതാണ്. ക്ലോത്ത് ഡൈപ്പർ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വലിയ പാത്തു എഴുന്നേറ്റു കേട്ടോ. പാത്തു എഴുന്നേറ്റ് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാത്തു വന്നു, എഴുന്നേറ്റു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കരച്ചിലും വേളയൊക്കെ തൊട്ടി കിടത്തേക്കുമായിരുന്നു, ഞാൻ പെട്ടു. അപ്പോൾ എനിക്ക് ഏറ്റവും ഉപയോഗപ്രദം എന്ന് തോന്നിയ സാധനം ഇത് ഭയങ്കര ഉപയോഗമായിട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഫുൾ ടൈം നമ്മൾ ഡയപ്പർ കെട്ടിക്കുന്നതല്ലോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തുണിയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്, വെള്ള തുണിയാണ് നമ്മൾ മടക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് കിടത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ ആ ഡ്രൈ ഷീറ്റ് തന്നെ നമ്മൾ പിന്നെ അതും മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ തുണി അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരുപാട് ഇരട്ടിപ്പടി എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സാധനം കേട്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ സൈസ്, കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ചൊക്കെ നമുക്ക് ഇവിടെ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊളുത്തി വയ്ക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പാഡ് പോലത്തെ ഒരു എക്സ്ട്രാ സാധനം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഹോളുണ്ട് കേട്ടോ ഇതിവിടെ. അപ്പം ഞാൻ ഈ സാധനം ഈ ഹോളിൻ്റെ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഉപയോഗം ശരിക്കും ഇങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. ഇത് ഞാൻ എവിടെയും വീഡിയോയിൽ കണ്ട് മേടിച്ചതല്ല കേട്ടോ. എനിക്കിത് ആവശ്യമെന്ന് തോന്നിയിട്ട് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചത്. ഭയങ്കര ഉപയോഗപ്രദമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിട്ട് ആ സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. പാട് ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ തുണി മടക്കി വയ്ക്കും. നീളത്തിൽ തന്നെ തുണി മടക്കി വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞിന് കെട്ടുന്നത് കേട്ടോ. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഉപയോഗമാണ്. കാരണം മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും അത് ആ തുണിയിൽ നിൽക്കുകയുള്ളൂ, പുറത്തേക്ക് വരുമോ ഒരു ലീക്കേജ് പ്രശ്നം. എനിക്കിതൊരു ലീക്കേജ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തുണി വെക്കുമ്പോൾ ഇച്ചിരി കനത്തിൽ തുണി വെച്ച് കൊടുത്താൽ ആ തുണിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പാഡും ഉള്ളതുകൊണ്ടിട്ട് തന്നെ പുറത്തേക്ക് ഒട്ടും തന്നെ ലീക്കേജ് വരില്ല. അത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഈ സാധനം, ഇങ്ങനെ ഇരിക്കും. ഇനി ആ സൈസ് കുഞ്ഞുങ്ങൾ വലുതാവണനുസരിച്ച് കൂട്ടി വരാം. അപ്പോൾ ഇത് ഭയങ്കര ഉപയോഗപ്രദമായിട്ടത്. എൻ്റെ ഞാൻ പറയുവാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് വയ്ക്കുന്നത് കുറച്ച് നല്ലൊരു ഇതായിരിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിങ്ങനെ വലിയാണ്, അതുകൊണ്ട് പറയാൻ നല്ലൊരു സാധനം കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പാത്തുപ്പ എഴുന്നേറ്റു. എനിക്ക് പാത്തുപ്പയുടെ കുറച്ച് കാര്യങ്ങളുടെ പുറകെ പോകാനുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റ് മേടിക്കുക. അപ്പോൾ ആർക്കും അങ്ങനെ കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പാത്തുവിന് എന്താണ് ഉപയോഗിക്കേണ്ടത്, കുഞ്ഞിന് വല്ല അലർജി കാര്യങ്ങൾ വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഒന്നുമില്ല, ശരിക്കും സത്യം പറയാമല്ലോ. എൻ്റെ വീഡിയോ കാണുന്നത് ആരും തന്നെ ലൈക്കും ചെയ്യാറില്ല, കമൻറ്റും ചെയ്യാറില്ല, ഒരു മുണ്ടും ചെയ്യാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതിക്കടെ പോകുമ്പോൾ ഓരോന്നൊക്കെ കിട്ടിയാറുള്ളൂ. കുഴപ്പമില്ല, ഒന്ന് കയറി വന്നോളും, കണ്ടിക്കുട്ടി സാരമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ടാറ്റ പറഞ്ഞേ, ടാറ്റാ.